സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിലെ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ 4ാമത്തെ ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്? വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹം കൽപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്ത് വിളിക്കാം? സാമൂഹിക നിയന്ത്രണം എന്ന് വിളിക്കാം. അതായത് സമൂഹം കൽപ്പിച്ചിട്ടുള്ള പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന പെരുമാറ്റ രീതികളിലൂടെ അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണോ അതിലൂടെ ഒരു വ്യക്തിയെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നയിക്കുന്ന പ്രോസസ്സാണ് എന്ത്? സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിത രീതിയെയും സ്വഭാവ രീതിയെല്ലാം ചെയ്യുന്നുണ്ട് സമൂഹം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാമൂഹ്യ നിയന്ത്രണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നാമതെന്ന് പറയുന്നത് ഇത് നമ്മൾ ഇൻഫ്ലുവൻസിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാവുന്നു. അതായത് എന്താണ്? നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ മെമ്പർ ആവുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ മെമ്പർഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ അതിൽ അംഗങ്ങളുടെ പൊതു താല്പര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മാനിക്കപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ന്യൂ കമറായിട്ടാണ് നമ്മളൊരു സംഘത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സിന്റെ പൊതുവിലുള്ള അഭിപ്രായം എന്താണോ അതിനോട് നമ്മളെ യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് അത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മളെ പൊതുവിൽ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് ഒക്കെ എന്താണോ ആ രീതിയിൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്? എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നാമതായിട്ട് നമ്മളുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ചിന്താഗതി എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത്. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പെരുമാറ്റമോ ആശയമോ എന്ത് തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് കൂടിക്കലരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒന്നാമെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ഒന്നിനെ വെച്ച് പുലർത്താൻ അതായത് ഒരു സംഘത്തിന്റെ അംഗമാവാൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലൊരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ അംഗത്വമോ അല്ലെങ്കിൽ ആവാൻ വേണ്ടി ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനോടൊപ്പം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനോട് വരുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പൊ ഇൻഫ്ലുവൻസ്. രണ്ടാമതെന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ആണ്. അതായത് ലോകത്തെമ്പാടും എന്ത് നിലനിൽക്കുന്നുണ്ട്? സാമൂഹ്യ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിലനിൽക്കുന്ന ഓരോ സമൂഹത്തിന്റെയും പ്രത്യേകത എന്താണോ അതിനനുസരിച്ചാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുക അല്ലെങ്കിൽ അത് പ്രത്യക്ഷമാവുക. അപ്പൊ ഓരോ സമൂഹത്തിലും അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിലും എന്തുണ്ട്? അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിന്റെ ഫോംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതെന്താണ്? രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ആണെന്നുള്ളതാണ്. അതായത് ലോകമെമ്പാടും നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. മൂന്നാമെന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ മനുഷ്യ സമൂഹത്തെ നിയന്ത്രിക്കുന്നു. അതായത് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് ആരിൽ മാത്രമാണ് വരുന്നത്? മനുഷ്യ സമൂഹത്തിൽ മനുഷ്യരെ മാത്രമാണ് ഈ സാമൂഹ്യ നിയന്ത്രണം ബാധകമാകുന്നത്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ ആവശ്യമൊന്നും നമ്മൾ ഏർപ്പെടുത്തും. മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുക, മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർണ്ണയിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം സമൂഹം വെച്ച് പുലർത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗരീതികൾ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം സമൂഹം കൽപ്പിക്കപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? മനുഷ്യന് കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷന്റെ ആവശ്യം എന്നുള്ളത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ പെരുമാറ്റങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ എന്ത് വേണം? സാമൂഹ്യ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? അടുത്ത പോയിന്റ് ആണ്, അടുത്ത ഒരു സവിശേഷതയായിട്ട് പറയുന്നത് എന്താണ്? ആളുകളുടെ വെൽ
സഹായിക്കുന്നുണ്ട്? സാമൂഹ്യ നിയന്ത്രണം സഹായിക്കുന്നത്. അതായത് സമൂഹത്തിലെ ഓരോ അംഗങ്ങളുടെയും വെൽഫെയർ, ക്ഷേമം അല്ലെങ്കിൽ എന്താണ് വികസനം അല്ലെങ്കിൽ അവരുടെ നിലനിൽക്കുന്ന സ്ഥിതിഗതികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? സാമൂഹ്യ നിയന്ത്രണം സഹായിക്കുന്നുണ്ട്. ഉദാഹരണം, സാമ്പത്തിക രംഗത്ത് വരുന്ന നിയന്ത്രണങ്ങളെ സമൂഹം ഏർപ്പെടുത്തുന്ന ചില ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലോയുടെ രൂപത്തിൽ അത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും എന്തുണ്ട്? സാമ്പത്തികമായിട്ടുള്ള ഇൻഇക്വാളിറ്റിയെ മാറ്റി നിർത്താനാണ് ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു നിയമം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ ഒരു ഇൻഇക്വാളിറ്റി ഇല്ലാതെ കൊണ്ട് എല്ലാവരും ഇക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് നിലനിർത്തിയിരിക്കുന്നത്? സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരിക. അപ്പൊ എന്താണ്? ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? സാമൂഹ്യ നിയന്ത്രണം നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു സവിശേഷതയാണ് കണ്ടിന്യൂറ്റി. അതായത് സമൂഹത്തില് എക്കാലവും എന്താവശ്യമാണ്? നിയന്ത്രണം ആവശ്യമാണ്. സമൂഹത്തിലെ വ്യക്തികളെ കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം നിയന്ത്രിക്കപ്പെടാത്തിടത്ത് നിന്ന് എന്തുണ്ടാവും? ക്രമസമാധാനം എന്ന് പറയുന്നത് പരിപാലിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ അസമത്വവും ചൂഷണവും മറ്റുമെല്ലാം ഉണ്ടാകും. അല്ലെങ്കിൽ എന്താണ്? കൃത്യമായിട്ട് മനുഷ്യനെ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമത്തിലൂടെ കൊണ്ടുപോവുക എന്നുള്ളത്, നയിക്കുക എന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണത്തിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. അതായത് കൃത്യമായിട്ട് സമൂഹത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ സുഗമമായിട്ടുള്ള ഒരു പ്രവർത്തനം സമൂഹത്തിൽ അനിവാര്യമാകണം എന്നിരുന്നുണ്ട് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ മനുഷ്യന്റെ മേൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സമൂഹം നിലനിൽക്കുന്നിടത്തോളം എന്തുകൊണ്ടാവും? സാമൂഹ്യ നിയന്ത്രണവും മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ പർപ്പസ് അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത് എന്താണ് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്? കൃത്യമാണ്, അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സോഷ്യൽ ഓർഡർ നമുക്ക് തരുന്നുണ്ട്. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള നോംസും മറ്റും വെച്ച് സാമൂഹ്യ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള നോംസും വാല്യൂസ് എല്ലാം സമൂഹം വെച്ച് പുലർത്തുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ളൊരു പ്രക്രിയ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ട്. അവരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് എന്താണ്? ആളുകളെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതായത് ഒരു സമൂഹം, നമ്മൾ ജീവിക്കുന്ന ഏത് സമൂഹമാണ്, ഇപ്പോൾ അർബൻ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും റൂറൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടുത്തെ സമൂഹം വെച്ച് പുലർത്തുന്ന ചില മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ സമൂഹം വ്യക്തികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മനുഷ്യനെ നിയന്ത്രിക്കുക, സമൂഹത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തികളെ ഏകീകരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. അപ്പൊ അതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. എന്താണ്? ഒരു സമൂഹത്തിനെ ഏകീകരിക്കുന്നതിനും അവിടുത്തെ ആളുകളെ മുന്നോട്ട് നയിക്കുന്നതിനും എന്താവശ്യമാണ്? സാമൂഹ്യ നിയന്ത്രണം ആവശ്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത് വ്യക്തികളുടെ സാംസ്കാരികപരമായിട്ടുള്ള പെരുമാറ്റം രൂപീകരിക്കുന്നതിന് എന്താവശ്യമാണ്? സാമൂഹ്യ നിയന്ത്രണം അനിവാര്യമാണ്. അല്ലെങ്കിൽ സാമൂഹ്യവും സാംസ്കാരികപരമായിട്ടുള്ള പെരുമാറ്റത്തേക്ക് സ്വാധീനിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹ്യ നിയന്ത്രണം സഹായിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് പശ്ചാത്തലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ആളുകളുടെ പെരുമാറ്റത്തെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരു വ്യക്തി പെരുമാറേണ്ടത് കൃത്യമായിട്ട് അവിടെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ആ വിദ്യാർത്ഥി എങ്ങനെയാണ് സ്കൂളിൽ അല്ലെങ്കിൽ അധ്യാപകരോടും സഹപാഠികളോടും പെരുമാറേണ്ട രീതി എന്താണെന്നുള്ളതും എന്ത് പഠിപ്പിക്കുന്നുണ്ട്? നമുക്ക് സാംസ്കാരികപരമായിട്ടുള്ള ഒരു സ്വഭാവത്തെ രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പെരുമാറ്റ രീതി, അതായത് ഓരോ സ്റ്റാറ്റസും അല്ലെങ്കിൽ ഓരോ റോളും കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് വ്യക്തിക്ക് അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോർമൽ ആയിട്ടോ ഇൻഫോർമൽ ആയിട്ടോ ഒരു വ്യക്തിയുടെ പെരുമാറ്റം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള നിയന്ത്രണം എന്ന് പറയുന്നതാണ് ഒരു വ്യക്തി ഇടപെടുന്ന എല്ലാ മേഖലയിലും കൃത്യമായിട്ട് വ്യക്തിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള റോളിനനുസരിച്ച് എന്തുണ്ടാവും? റെഗുലേഷൻസും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസും ഉണ്ടാവും. അത് ഫോർമലോ ഇൻഫോർമലോ ആവും. അപ്പൊ അത്തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തി സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ വ്യക്തിയെ ബോധമുള്ളവനാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായകമാണ്? സാമൂഹ്യ നിയന്ത്രണം അനിവാര്യമാണ്. മൂന്നാമതായിട്ട് പറയുന്നത്
ആളുകളെ കൂടിച്ചേർക്കുന്നതിന് അല്ലെങ്കിൽ കൂട്ടുനിർത്തുന്നതിന് ഐക്യം രൂപീകരിക്കുന്നതിന് എന്ത് ആവശ്യമാണ്? സാമൂഹ്യ നിയന്ത്രണം അനിവാര്യമാണ്. അതായത് നമുക്ക് അറിയാം ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളായിരിക്കാം നമ്മളൊരു സംഘത്തിൽ ഉണ്ടാവുക. അപ്പൊ അവരെ കൃത്യമായിട്ട് ഐക്യത്തോടുകൂടി നിലനിർത്തുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സോഷ്യൽ കൺട്രോൾ ആണ് ആവശ്യം വേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ക്ലാസ് മുറി എടുക്കുകയാണെങ്കിൽ ക്ലാസ് മുറിക്കകത്ത് എന്താണ്? പല സ്വഭാവത്തിലും പല ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിനകത്ത് നിൽക്കുക. അപ്പൊ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇവരെ അതിനനുസരിച്ച് വിടുവാണെങ്കിൽ എന്താണ്? ഓരോ കുട്ടിയുടെയും പശ്ചാത്തലവും സ്വഭാവ രീതിക്ക് അനുസരിച്ച് വിടുവാണെങ്കിൽ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു അധ്യാപകന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അവിടെ എന്ന് പറയുന്ന ഒരു വിദ്യാലയം എന്ന് പറയുന്നതിന്റെ ഒരു സ്ട്രക്ചർ അവിടെ പൂർണ്ണമാകുകയില്ല. അപ്പൊ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഘടന നിലനിൽക്കണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? അവിടെ നിയന്ത്രണം അനിവാര്യമാണ്. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോളിഡാരിറ്റി, സൊസൈറ്റിയിൽ ഒരു സോളിഡാരിറ്റി നിലനിർത്താനായിട്ട് സോഷ്യൽ കൺട്രോൾ ആവശ്യമാണ്. അതിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത് ക്ലാസ് മുറിയാണെങ്കിൽ നമ്മൾ ക്ലാസ് മുറിയിലെ കുട്ടികളുടെ ഓരോ ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലാസ് എന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമാകുന്ന ഒരു പൊതു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അധ്യാപകൻ പെരുമാറുകയും അധ്യാപകന്റെ നിയന്ത്രണത്തിൽ ആവുകയും വേണം. അധ്യാപകൻ നിയന്ത്രിച്ചുകൊണ്ടും വേണം ആ വിദ്യാർത്ഥികൾ ഓരോ ക്ലാസ്സിലും ഇരിക്കേണ്ടത്. അപ്പൊ അതെന്താണ്? പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒരു വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടും വ്യത്യസ്ത പെരുമാറ്റ രീതിയും എല്ലാം കുട്ടികളെ ഒരുമിച്ച് കൊണ്ട് ഒരു ക്ലാസ്സിലെ അംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് സ്കൂൾ അല്ലെങ്കിൽ എന്താണ് വിദ്യാർത്ഥി എന്ന ലേബൽ നൽകിക്കൊണ്ട് വിദ്യാർത്ഥിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? അല്ലെങ്കിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥി എന്നൊരു ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ എന്താവശ്യമാണ്? സാമൂഹ്യ നിയന്ത്രണം ആവശ്യമാണ്. അപ്പൊ അതായത് ഓരോ വ്യക്തിയും നിലനിൽക്കുന്ന സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ ഒരു ഐക്യം രൂപീകരിക്കാൻ എന്താവശ്യമാണ്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഘടകം അനിവാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പെരുമാറ്റത്തിൽ നേരത്തെ പറഞ്ഞ ഘടകമാണ് നമ്മളുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന പെരുമാറ്റ രീതിയെ പിന്തുടരാൻ എന്ത് സഹായിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ വ്യതിചലനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ കൺട്രോൾ ആവശ്യമാണ്. അതായത് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മേൽ സമൂഹം നിർത്തുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ ആ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നതാണ് വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ എന്ത് ചെയ്യുന്നുണ്ട്? നേർവഴിയിലേക്ക് ശരിയായ പാതയിലേക്ക് അല്ലെങ്കിൽ ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അതായത് ഈ സാമൂഹ്യ നിയന്ത്രണം ഏതെല്ലാം ഏജൻസി വഴിയാണ് സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള വർഗീകരണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് പറയുന്നത് ഇൻഫോർമൽ ഏജൻസീസും രണ്ടാമത് ഫോർമൽ ഏജൻസീസും. അപ്പൊ ഇൻഫോർമൽ എന്ന് പറയുന്നത് അനൗപചാരികമായിട്ടുള്ളത്, അതായത് ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർവചിക്കപ്പെടാത്ത രീതിയിൽ തന്നെ മനുഷ്യന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വഭാവത്തിലേക്ക് സ്വാധീനം നടത്തിക്കൊണ്ട് അവന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നവയാണ് ഇൻഫോർമൽ ഏജൻസീസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഏജൻസി എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതായത് ഒരു കുട്ടിയുടെ ജനനം മുതൽ അവന്റെ ചുറ്റുപാട് നിർണ്ണയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തെ രൂപീകരിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏത്? ഫാമിലി എന്ന് പറയുന്നത് കുടുംബം. അപ്പൊ ആ കുട്ടിയുടെ പെരുമാറ്റ രൂപീകരണത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിൽ കുടുംബത്തിന് പ്രധാന പങ്കുണ്ട്. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന വീടിന്റെ അന്തരീക്ഷവും വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള അടുപ്പവും അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന സ്നേഹത്തിന്റെയും അനുഭാവത്തിന്റെയും അടിസ്ഥാനത്തിലെല്ലാം ആയിരിക്കും അവന്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന നിയന്ത്രണവും എന്തുണ്ടാവും? വ്യക്തിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നു. അപ്പോൾ ഒരു കുടുംബം എപ്രകാരമാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത്, അവന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്തുണ്ട്, അവന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത്. അപ്പൊ ഈ ഫാമിലിയുടെ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ പ്രക്രിയയിലെ ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന
ഫാമിലി കുട്ടികൾക്ക് മേൽ അല്ലെങ്കിൽ എന്താണ് വ്യക്തികൾക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ആ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുമാണ് ഓരോ കുട്ടിയും വളർന്നു വരുന്നത്. അത് കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയിൽ നിന്നൊരു വ്യക്തിത്വത്തിലേക്ക് വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി അവരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അല്ലെങ്കിൽ പല രീതിയിലും നിയന്ത്രണങ്ങൾ ഓരോ വ്യക്തിയുടെയും റോൾ എന്താണ്, അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ബിഹേവിയർ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും പെരുമാറേണ്ട രീതി എന്താണെന്നുള്ളതെല്ലാം എന്താണ് കൃത്യമായിട്ട് ഫാമിലി നിർവചിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വ്യക്തിയുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്, കുടുംബത്തിന് ഉണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഘടകമാണ് പബ്ലിക് ഒപ്പീനിയൻ, അതായത് പൊതു താല്പര്യം അല്ലെങ്കിൽ പൊതു അഭിപ്രായം. അത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളൊരു ശരി തെറ്റുകളെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന്റെ വിലയിരുത്തലുകളിൽ നിന്ന് തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അതിപ്പോ പല രീതിയിലാവാം, വോട്ടിങ്ങിന്റെ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പോൾ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും, പോളിംഗ് ആയിരിക്കും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളൊരു പൊതു അഭിപ്രായം എടുക്കുകയാണ്. അതായത് ഇപ്പൊ പൊതുവിൽ നമ്മളിപ്പോ മാധ്യമങ്ങളിലെല്ലാം കാണാം, ഇങ്ങനെ ചെയ്ത് ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തതിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള രീതിയൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ എന്താണ്, പൊതു അഭിപ്രായമാണ്. അതായത് ഒരു ഘടനയെ അല്ലെങ്കിൽ എന്താണ് ഒരു വയലേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭം, ഒരു സംഭവ വികാസം നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആ സംഭവം ശരി തെറ്റുകൾ നിർണ്ണയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജനങ്ങളുടെ പൊതു അഭിപ്രായം അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതു അഭിപ്രായം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സമൂഹം വ്യക്തികളുടെ ഈ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം, പൊതുസമൂഹം പറയുന്ന അഭിപ്രായങ്ങൾ എന്തുണ്ട്, വ്യക്തിയുടെ സ്വഭാവത്തെയും അല്ലെങ്കിൽ ചിന്താഗതിയെയും സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയാറുണ്ട് പൊതുവിൽ സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുറെ മാനദണ്ഡങ്ങൾ എന്തെല്ലാണ്, സമൂഹത്തിന്റെ പൊതു അഭിപ്രായമാണ്. അത് വ്യക്തിയുടെ ജീവിത രീതിയെ പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതം എപ്രകാരം ആവണം എന്നുള്ളതിൽ നിർണായക സ്വാധീനം ചെലുത്താൻ എന്തിനു സാധിക്കുന്നുണ്ട്, സമൂഹത്തിന്റെ അഭിപ്രായത്തിനും സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് മതം. മതം എപ്രകാരമാണ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത്, ഒരു വ്യക്തി ഉൾപ്പെടുന്നത് ഏത് മതവിഭാഗത്തിലാണോ ആ മതവിഭാഗം വെച്ച് പുലർത്തുന്ന വിശ്വാസവും മൂല്യവും അനുസരിച്ച് എന്തുണ്ടാവും, ആ വ്യക്തിയുടെ സ്വഭാവത്തെ അത് നിർണ്ണയിക്കും. ഉദാഹരണത്തിന് എന്താണ്, പ്രാർത്ഥനയിൽ നിന്നും അല്ലെങ്കിൽ ആ മതം വിശ്വസിക്കുന്ന ചിന്താഗതി എന്താണോ അല്ലെങ്കിൽ മതം വെച്ചു പുലർത്തുന്ന വിശ്വാസ മാനദണ്ഡങ്ങൾ ഏതാണോ അത് വെച്ച് പുലർത്തുമ്പോഴാണ് അദ്ദേഹം ഒരു മതത്തിന്റെ വിശ്വാസിയായി മാറുന്നത് എന്ന് മതം നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന മതം ഏതാണോ അനുശാസിക്കുന്നത് ആ നിയമത്തെ പിന്തുടരുക എന്ന് പറയുന്ന ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ മതം നടത്തുന്ന നിയന്ത്രണമാണ്. അതായത് എന്താണ്, കൃത്യമായിട്ട് പള്ളിയിൽ കയറണം അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഒരു മതം കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ മതം അനുശാസിക്കുന്നുണ്ടെങ്കിൽ അത് മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന്റെ പെരുമാറ്റത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. അതായത് മതം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, അവന്റെ ജീവിത രീതികളെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മതത്തെ നമ്മൾ സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഘടകമായിട്ട് പരിഗണിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്ക് വേസ് ആണ്. അതായത് പരമ്പരാഗതമായിട്ട് വരുന്ന നമ്മുടെ ചിന്താഗതികളിൽ ഒന്നാണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത്. ഈ ഫോക്ക് വേസിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് അത് റിട്ടേൺ ഒന്നുമല്ല, പക്ഷെ എന്താണ്, ഇപ്പൊ ഉദാഹരണമായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ശീലിച്ചു വരുന്ന രീതി. ഇത് ഉദാഹരണത്തിൽ ഒന്നാണ് എന്താണ്, മുതിർന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തി. അത് കൃത്യമായിട്ട് എന്താണ്, സമൂഹം കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ നിയന്ത്രിക്കുന്നതാണ്, അല്ലെങ്കിൽ സമൂഹം നമ്മുടെ മേൽ നടത്തുന്ന മറ്റൊരു നിയന്ത്രണമാണ്. ഉദാഹരണം നമ്മുടെ മുതിർന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ റെസ്പെക്റ്റോടുകൂടി അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് തർക്കിക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെന്താണ്, നമ്മളുടെ ഒരു പെരുമാറ്റത്തെ, പ്രായത്തിന് മുതിർന്ന ആൾക്കാരോടുള്ള നമ്മുടെ പെരുമാറ്റ രീതിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത്. നമ്മൾ മുതിർന്ന ആളുകളോട് അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് എങ്ങനെ റെസ്പെക്ട്ഫുള്ളി പെരുമാറണം എന്നതിന് പഠിപ്പിക്കുന്ന രീതിയാണ് ഫോക്ക് വേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ബിലീഫ്, നമ്മുടെ വിശ്വാസങ്ങൾ. സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മൾ വെച്ച് പുലർത്തുന്ന ബിലീഫുകൾ ഏതൊക്കെയാണോ അത് നമ്മൾ ഏത് തരത്തിലാവാം, അന്ധവിശ്വാസങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളാവാം. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെച്ച് പുലർത്തുന്ന വിശ്വാസം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മതവുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആണ്. അതൊക്കെ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാപങ്ങളിൽ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്താണ് പാപങ്ങളാണ് എന്നുള്ളത്, അതായത് തെറ്റായ ചിന്തയും പ്രവൃത്തിയും എന്താണ് പാപം എന്ന് പറയുന്ന ഒന്നിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നു. അപ്പൊ ഈ പാപം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നല്ല പ്രവൃത്തികൾ ചെയ്ത് സ്വർഗരാജ്യം ലഭിക്കുമെന്നും ചെയ്തികൾ മോശം പ്രവൃത്തികൾ ചെയ്യുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അടക്കമുള്ള മോശം ചെയ്തികൾ ചെയ്യുന്നത് നരകം ലഭിക്കുന്നതിന് കാരണമാകുന്ന ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിർത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന്റെ പ്രവൃത്തികളെ അവന്റെ വിശ്വാസം നിയന്ത്രിക്കുന്നു. അതായത് ഓരോ വ്യക്തിയുടെയും പ്രവൃത്തികളെ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവൃത്തികളെ അവന്റെ വിശ്വാസം, അവൻ വെച്ചു പുലർത്തുന്ന വിശ്വാസം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇത്തരത്തിൽ അവന്റെ വിശ്വാസം എന്ത് ചെയ്യുന്നു, അവന്റെ പെരുമാറ്റത്തെയും ചിന്താഗതികളെയും സ്വാധീനം ചെലുത്തുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കസ്റ്റംസ് ആണ്, അതായത് ആചാരങ്ങൾ. ആചാരങ്ങൾ വരുന്ന സമയത്ത് എന്താണ് ആചാരങ്ങൾ, അല്ലെങ്കിൽ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഈ കസ്റ്റംസ് എന്ന് പറയുന്ന നമ്മുടെ മാനദണ്ഡങ്ങളുമായിട്ട് നോംസുമായിട്ട് കണക്റ്റഡ് ആണ്. ഉദാഹരണമായിട്ട് നമ്മൾ ചില സമയങ്ങളിൽ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അതായത് ഉദാഹരണത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാലിക്കേണ്ട ഒരു മാനദണ്ഡം, അതായത് നമ്മൾ സമൂഹത്തോട് വെച്ച് പുലർത്തേണ്ട ഒരു കാര്യമുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അസുഖത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാലിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് അത്തരത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു അസുഖത്തിലുള്ള വ്യക്തിയോടാണെങ്കിൽ നമ്മൾ പെരുമാറേണ്ടതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ എഴുതി വയ്ക്കപ്പെട്ടുള്ളതൊന്നുമല്ല, എങ്കിൽ പോലും നമ്മൾ എഴുതി വയ്ക്കപ്പെടുന്ന രീതി. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ കാണാനുണ്ട്, പക്ഷെ എന്നാൽ പോലും നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഒരു വ്യക്തിയോട് പെരുമാറേണ്ട രീതിയുണ്ട് അല്ലെ, അത് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവിടെ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ നോമിന്റെ അകത്ത് വരുന്നതാണ്, സമൂഹം നമുക്ക് നൽകുന്ന മാനദണ്ഡത്തിന്റെ അകത്ത് വരുന്ന ഒന്നാണ് എന്ത്, കസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരോടും ഏത് രീതിയിൽ പെരുമാറണം, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം നിലനിൽക്കുന്ന ആളുകൾ സമൂഹത്തോട് കാണിക്കേണ്ട സാമൂഹിക മാനദണ്ഡമുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ചുമതലയുണ്ട്. അതിനെയൊക്കെയാണ് നോംസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പൊ നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ഒരു കോവിഡ് കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് സാമൂഹിക അകലം പാലിക്കുക എന്ന് പറയുന്നത് ഒരു നോംസ് ആണ്, സോഷ്യൽ നോമാണ്, അല്ലെങ്കിൽ കസ്റ്റമായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം ആ കാലഘട്ടം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ എന്താണ്, ആളുകൾ നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട്, മാസ്ക് ധരിക്കേണ്ടതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിക്കണം, ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് സൊസൈറ്റിയോട് ഒരു വ്യക്തി പുലർത്തേണ്ട മാനദണ്ഡമാണ്, അല്ലെങ്കിൽ ചുമതലയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ നോംസിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്ത പറയുന്നത് ഐഡിയോളജീസ് ആണ്, അതായത് പ്രത്യയശാസ്ത്രങ്ങൾ. സ്വാഭാവികമായിട്ട് എന്താണ് ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ അകത്ത് വരുന്നതാണ് നമ്മൾ വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്ന കുറെ ഐഡിയോളജീസ് ഉണ്ടാവും അല്ലെ. എസ്പെഷ്യലി നമ്മൾ അത് കുറച്ചുകൂടെ നമ്മളുടെ ഐഡിയൽ ടൈപ്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റോൾ മോഡൽസ് എന്നൊക്കെ നമ്മൾ പറയും, അവർ നമ്മുടെ റോൾ മോഡൽസ് ആയിട്ട് കരുതുന്ന ആളുകളിലേക്ക് ഐഡിയോളജീസ് ഉണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഗാന്ധിയൻ ഫിലോസഫീസ് എന്ന് പറയും. അപ്പൊ ഗാന്ധിയൻ ഫിലോസഫി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഗാന്ധിയൻ ഫിലോസഫി ഫോളോ ചെയ്യുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഐഡിയോളജീസ് പൂർണ്ണമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഓരോ വ്യക്തിയും വിശ്വസിക്കുന്ന ഐഡിയോളജീസ് ഏതാണോ ആ ഐഡിയോളജീസ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിത രീതിയെയും ചിന്താഗതിയെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുവാണെങ്കിൽ, രാഷ്ട്രീയ തത്വചിന്തകളായിട്ട് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ വിവിധ തരത്തിലുള്ള പാർട്ടിയിൽ ഉൾപ്പെടുന്നവർ. അപ്പൊ അവരുടെ ജീവിത രീതികൾ, അവരുടെ ആശയ രീതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തെയെ സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ ഒരു വ്യവസ്ഥിതി ഏതാണോ ആ രാഷ്ട്രീയ വ്യവസ്ഥയെ സ്വാധീനിക്കും. അപ്പൊ ഇത്തരത്തിൽ ഐഡിയോളജീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളും അവർ പിന്തുടർന്ന മാനിഫെസ്റ്റോസും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തികളുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്സ് ആൻഡ് ലിറ്ററേച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ആർട്സ് എന്ന് സാഹിത്യങ്ങളും കലാരൂപങ്ങളും ഒക്കെ ഇങ്ങനെ വ്യക്തികളുടെ സ്വാധീനം ചെലുത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ എഴുത്തുകളിലൂടെയും കലകളിലൂടെയെല്ലാം പെർഫോമൻസിലൂടെ നമുക്ക് പ്രകടിപ്പിക്കുന്ന ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെ
ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ആർട്സുകളിലൂടെ നമ്മൾ ലിറ്ററേച്ചേഴ്സിലൂടെയൊക്കെ നമുക്ക് വായിക്കുന്ന അർത്ഥങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക്, അല്ലെങ്കിൽ അത് സാമൂഹ്യ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു പ്രതിബദ്ധത അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം നമ്മളിലേക്ക് പറയാതെ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നവയാണ് സാഹിത്യങ്ങളും കലകളും. അപ്പൊ കലകൾ ഇപ്പൊ സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ സിനിമ നമുക്ക് ചില സാമൂഹ്യ ഇത് കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത എന്താണെന്നുള്ളത് ചില സിനിമകളിൽ നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ചുമതല എന്താണെന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങൾ വ്യക്തിയുടെ ജീവിത രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫോർമൽ ഏജൻസീസ്, അതായത് ഔദ്യോഗികപരമായിട്ടുള്ള ഏജൻസീസ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത്, അതായത് ഔപചാരികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ലോ, അതായത് നിയമം. നിയമം എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്, അതായത് വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയമപരമായിട്ട് നിയമപരമായിട്ട്, അതായത് വളരെ ഫോർമലായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നത് സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സിവിൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയ തെറ്റുകൾക്കൊക്കെ അതായത് നിയമപരമായിട്ട് ശിക്ഷാവിധികൾ നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥം. അപ്പൊ ലോയിൽ തന്നെ ക്രിമിനൽ ലോയും സിവിൽ ലോയും ഒക്കെ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ചെയ്യുന്ന ചെയ്തികളുടെ തോതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെപ്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് ശിക്ഷാവിധികളിലൂടെ മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഫോർമൽ ഏജൻസിയായ ലോ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസം എന്തിനാണ് നൽകുന്നത്, വിദ്യാഭ്യാസം നമ്മൾ നേടുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെരുമാറ്റത്തെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നൽകുന്നുണ്ട് അല്ലെ. നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ആളുകളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, നമ്മുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം, സമൂഹത്തിൽ എന്തെല്ലാം കൃത്യമായിട്ട് നിർവചിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താനും അവന്റെ ചിന്താഗതിയെ അല്ലെങ്കിൽ എന്താണ് അവന്റെ ബുദ്ധിശക്തി അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റത്തെ അവന്റെ കൃത്യമായിട്ട് ഒരു മാനസിക സ്ഥലത്തെ സ്വാധീനിക്കാൻ എന്തിനു സാധിക്കും, എഡ്യൂക്കേഷന് സാധിക്കും എന്നുള്ളത്. അപ്പൊ വിദ്യാലയങ്ങളിൽ അവന് വളരെ കൃത്യമായിട്ടുള്ള സ്വഭാവങ്ങൾ സ്ട്രിക്റ്റഡ് ആയിട്ട് അധ്യാപകർക്കിടയിൽ അല്ലെങ്കിൽ എന്താണ് വിദ്യാർത്ഥി സംബന്ധിച്ച് അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതി വിദ്യാലയങ്ങളിൽ ഓരോ വിദ്യാലയത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ് കൊയേഷൻ. കൊയേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, സമ്മർദ്ദമാണ്. അതായത് വ്യക്തികളുടെ മേല് നമ്മൾ ചില എന്താണ് ശിക്ഷാവിധികളും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്ന സമൂഹത്തിലെ റൂൾസിനെ അല്ലെങ്കിൽ വ്യക്തിയുടെ മേൽ നടത്തുന്ന സമ്മർദ്ദമാണ്. ഉദാഹരണമായിട്ട് ഒരു ഡീവിയേഷൻ ക്യാരക്ടറാണ്, ഡീവിയന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വ്യക്തി വെച്ച് വളർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സമൂഹ കൃത്യമായിട്ടുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഡീവിയേഷൻ നടക്കുന്ന സമയത്ത് അത് നിയന്ത്രിക്കപ്പെടാനായിട്ട് നടത്തുന്ന പ്രക്രിയയാണ്, ഒരു പ്രവർത്തനമാണ് കൊയേഷൻ എന്ന് പറയുന്നത്. വ്യക്തിയുടെ മേൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് മേൽ നടത്തുന്ന സമ്മർദ്ദമാണ്. ഉദാഹരണമായിട്ട് ഒരു സമരം മറ്റും നടക്കുന്ന സമയത്ത് പോലീസ് എന്താണ് കൃത്യമായിട്ട് ഒരു ബാരിക്കേഡ് മറ്റുമൊക്കെ വെച്ച് അതിനെ ഒന്നാമതായിട്ട് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും. രണ്ടാമത് അതും വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ജലപീരങ്കി അല്ലെങ്കിൽ മറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ആളുകളെ കൃത്യമായിട്ട് ഒരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു വയലേഷനിലേക്ക് കടക്കാതെ നിയന്ത്രിക്കുന്ന ഒരു സമ്മർദ്ദം, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സമ്മർദ്ദം ആളുകൾക്ക് മേൽ ചെലുത്തുന്നതിനെയാണ് കൊയേഷൻ എന്നുള്ള പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഫോർമൽ ആയിട്ട് വരുന്ന സോഷ്യൽ കൺട്രോൾ. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതാണ് എന്താണ് സമൂഹം അല്ലെങ്കിൽ വ്യക്തികളുടെ പെരുമാറ്റങ്ങളുടെ മേൽ നടത്തുന്ന നിയന്ത്രണ പ്രക്രിയയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സമൂഹം അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയന്ത്രണമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള ഏജൻസീസ് ആണ് വരുന്നത്. ഒന്ന് ഇൻഫോർമൽ ഏജൻസി. ഇൻഫോർമൽ എന്ന് പറയുന്നത് അനൗപചാരികമായിട്ട് തന്നെ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നവയാണ് ഇൻഫോർമൽ ഏജൻസീസ് എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറയുന്നത് വളരെ ഔദ്യോഗികമായിട്ടുള്ള രീതിയിലൂടെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലോടുകൂടെ വ്യക്തികളുടെ ജീവിതത്തിൽ കർശനമായിട്ടോ അല്ലെങ്കിൽ വ്യക്തി നിർബന്ധമായും പാലിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങളെയാണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഏജൻസീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്
നമ്മൾ ഈ ടോപ്പിക്കിൽ ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്താണ്, സോഷ്യൽ കൺട്രോളിന്റെ ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിയുവാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് യൂണിറ്റ് ആണ്. അടുത്ത വീഡിയോയിൽ പുതിയ യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.